ഇഫക്ട് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4,43,000 വീട് വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിലായി വെച്ചു എന്നുള്ള എന്റെ അവകാശവാദം യമണ്ടൻ നുണയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 4,000 വീടേ ആകെ വെച്ചിട്ടുള്ളൂ അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ഞാൻ പറഞ്ഞത് ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് വിവിധ പദ്ധതികളിലായിട്ടാണ് ഭവന നിർമ്മാണ പദ്ധതികൾ നടന്നിരുന്നത്. ഒന്ന് പട്ടികജാതിക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതി, പട്ടികവർഗക്കാരുടെ പദ്ധതി, മത്സ്യത്തൊഴിലാളികളുടെ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി, ലോക്കൽ ഗവൺമെന്റുകളുടെ പദ്ധതി. ഇത്രയും പദ്ധതികളാണ് എന്നുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ലൈഫ് എന്ന് പേരിട്ടത്. ഞാൻ എന്തുകൊണ്ടാണ് 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്തുനിന്ന് വെച്ചതെന്ന് പറയാൻ കാര്യം, ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ പിണറായി സർക്കാരിലെ മന്ത്രിമാര് നൽകിയ മറുപടി എന്റെ കയ്യിലുണ്ട്. അപ്പൊ അവസാനം നമുക്ക് നോക്കാം ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്. 4,43,000 വീട് പണിതു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 4,000 വീട് പണിതു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണോ നുണ പറഞ്ഞത്, ഞാനാണോ നുണ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 16/5/2017 തദ്ദേശ സ്വയംഭരണ മന്ത്രിയായ KT ജലീലിനോട് ചോദിച്ച ചോദ്യത്തിന് ചോദ്യം നമ്പർ 4003 ഉത്തരമായി 2011-12 മുതൽ 2015-16 വരെയുള്ള കാലയളവിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2,75,038 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട്, ആ ഉത്തരവുണ്ട്. 2,75,000 വീട് അപ്പൊ തന്നെയായി. ഇതുകൂടാതെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന 24,887 വീടുകളും പട്ടികവർഗ വകുപ്പ് മുഖേന 17,588 കുടുംബങ്ങൾക്കും ഭവന പദ്ധതി ആനുകൂല്യം നൽകിയെന്ന് മന്ത്രി AK ബാലൻ 30/6/2016 ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഫിഷറീസ് വകുപ്പിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം 40,000 പേർക്ക് വീട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ 71,710 കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളും 12,938 കുടുംബങ്ങൾക്ക് മുനിസിപ്പാലിറ്റികളും 12,815 കുടുംബങ്ങൾക്ക് കോർപ്പറേഷനുകളും സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വിവിധ പദ്ധതികളിലായി 4,000-ഓളം വീടുകളും നൽകിയിട്ടുണ്ട്. ഈ കണക്കുകൾ ഞാൻ പറഞ്ഞതല്ല, LDF മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ ഉത്തരങ്ങളാണ്. ഇനി കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ വീട് 4,58,976 ഇപ്പോ. കാരണം വേറെയും കുറച്ച് കണക്കുകൂടി കിട്ടി ഞാൻ പറഞ്ഞതിന് ശേഷം. മനസ്സിലായില്ലേ? ഇതാണ് ഇന്ദിരാ ആവാസ് യോജന മന്ത്രി KT ജലീലിന്റെ നിയമസഭയിലെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 2011-12 മുതൽ 15-16 വരെ ഉമ്മൻചാണ്ടി ഭരിച്ചത്. ഇന്ദിരാ ആവാസ് യോജന പ്രകാരം അനുവദിച്ചത് 2,94,000 ആണെങ്കിലും ആ കാലയളവിൽ പണി തീർത്തത് 2,75,038 ആണ്. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അനുവദിച്ച വീടുകളിൽ 74.77 ഇത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മന്ത്രി അനുവദിച്ച അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ. പിന്നെ വീണ്ടും ശ്രീ AK ബാലന്റെ മറുപടി നിയമസഭയിലെ ഉത്തരം. AK ബാലന്റെ ഉത്തരം അതിൽ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാം ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ ഒട്ടാകെ അനുവദിച്ച 24,900 32,559 വീടുകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഒരു വീടിന് കേന്ദ്ര സർക്കാരും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണക്ക് കൃത്യമായിട്ട് എത്ര വീടുകളെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിയമസഭയിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാര് വരെ. അപ്പൊ ഞാൻ 4,43,000 വീടെന്ന് പറഞ്ഞത് LDF മന്ത്രിസഭയിലെ മന്ത്രിമാർ നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരം പറയുക ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വീടിനെ പറ്റിയിട്ട്. അപ്പൊ ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? യമണ്ടൻ നുണ പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ് നുണ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത്ര പറയൂലായിരുന്നു മുഖ്യമന്ത്രി, ഇപ്പൊ നുണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം വന്നപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ അദ്ദേഹം LDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഞാൻ ഹാജരാക്കി. അപ്പൊ അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ നുണ പറഞ്ഞ ആദ്യം ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് നുണ പറഞ്ഞു.
ആ നുണ ഇപ്പൊ പറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങളുള്ളതുകൊണ്ട് ക്യാമറ ഇപ്പൊ എനിക്ക് നുണ പറയാൻ പറ്റുക. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇതെടുത്ത് പറയും ഞാൻ പറഞ്ഞ നുണ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്ത് പറയും. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലുണ്ട് എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. അപ്പൊ ആ നുണ പൊളിഞ്ഞു. പിന്നെ മൂന്നാമതൊരു നുണ പറഞ്ഞത് RSSുമായിട്ട് ഒരു ബന്ധമില്ല. RSSുമായിട്ട് ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ വീഡിയോ ക്ലിപ്പും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ നുണ പറഞ്ഞു. RSS ബന്ധത്തിലും ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിലും എല്ലാം മുഖ്യമന്ത്രി നുണ പറഞ്ഞു. ഇപ്പൊ ഈ കാര്യത്തിലും കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ യമണ്ടൻ നുണ പറഞ്ഞു എന്നാണ്. ആകെ 4000 വീഡിയോ വെച്ചുള്ളൂ. 4,43,000 എന്നുള്ളത് ഞാൻ പറഞ്ഞ യമണ്ടൻ നുണയാണ്. യമണ്ടൻ നുണ ആരാ? എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു അദ്ദേഹം. 1000 നുണ ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമായും മാറും എന്ന് പറഞ്ഞ ഗീബൽസിനെ വരെ എന്നെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ ഗീബൽസ് എന്നൊന്നും വിളിക്കുന്നില്ല. നല്ല പ്രായമുള്ള ആളുകളെന്ന് ഞാൻ അപമാനിച്ച ഒരു വാക്ക് പോലും പറയില്ല. അതുകൊണ്ടാണ് എന്നെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ അവരുടെ എന്റെ പ്രായമാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ആരാണ് ഗീബൽസ് എന്ന് ഇനി കേരളം വിലയിരുത്തട്ടെ. ഇത് എല്ലാം എഴുതി കിട്ടിയ ഉത്തരവാണ്. നിയമസഭയിലെ റെക്കോർഡിലുള്ള ഉത്തരങ്ങളാണ്. ഞാൻ ഗൃഹപാഠം ചെയ്ത നിയമസഭയിലും പുറത്തും സംസാരിക്കുന്ന ഒരാളാണ്, വിശ്വാസ്യതയുള്ള ഒരാളാണ് എന്നുള്ളൊരു റേറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കളയാൻ വേണ്ടിയിട്ട് മറ്റേ അവൻ നമ്മുടെ ശത്രുവാണ് അവനെ പെണ്ണുകസിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ശങ്കരാടി ചേട്ടൻ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ഇവന് അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അതങ്ങ് കളയണം എന്ന് വിചാരിച്ചു. ഇപ്പൊ നമുക്ക് നൊണേശൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരിട്ട് നൊണേശനാണ് കൂടുതൽ യോജിക്കുന്നത്, നൊണറായി ആണ് കൂടുതൽ യോജിക്കുന്നത് നമുക്ക് നോക്കാം. പിണറായിക്ക് നൊണറായി എന്നുള്ളൊരു പേര് ഞാനിടുക നൊണറായി എന്ന് ഞാൻ പേരിടുകയാണ്. അപ്പൊ നൊണേശനാണ് നൊണറായി ആണ് ഏറ്റവും യോജിക്കുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങൾ പറഞ്ഞു. ഈ കഴിഞ്ഞ 1 മാസം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പേരൊന്നും വിളിക്കുന്നില്ല. എന്നെ 30 കാർഡാണ് 20 കാർഡും 10 വീഡിയോയുമാണ് എനിക്കെതിരെ കഴിഞ്ഞ 5 മാസമായിട്ട് എല്ലാ ദിവസവും AKG സെന്ററിൽ നിന്നിരുന്നു. AKG സെന്ററിൽ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തകളും വിശേഷങ്ങൾക്കും ഒട്ടും പഞ്ഞമില്ലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. മറ്റൊരു വാർത്തയും വിശേഷവുമായി വേഗം കണ്ടുമുട്ടാൻ വന്നൊരു എല്ലാവർക്കും നന്ദി. നമസ്കാരം.